കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ഒറ്റയ്ക്കുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ബോസ് ഭയങ്കര ബിസിയാണ്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഹായ്, അപ്പോൾ ഇതുവരെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗൂഗിൾ ആഡ്സിലേക്കാണ്. ഗൂഗിൾ ആഡ്സിൻ്റെ ക്യാമ്പയിൻസ് കാര്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ 2-3 ക്യാമ്പയിൻസിനെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്താണ്, സ്മാർട്ട് ക്യാമ്പയിൻ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് ആപ്പ് പ്രൊമോഷനാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം, അതിൻ്റെ പേര് പോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷൻസ് നമ്മുടെ ചുറ്റുമുണ്ട്. അതായത് ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇതേപോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആളുകളിലേക്ക് എത്തൂല. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ആപ്പ് പ്രൊമോഷൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ഒരു ആപ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആളുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ആപ്പ് പ്രൊമോഷൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ആപ്പിൻ്റെ പരസ്യം ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ ഒരു മൊബൈൽ ആപ്പിൻ്റെ പരസ്യം വരും. എന്നിട്ട് അതിൽ തന്നെ താഴത്ത് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്ക് വരും. അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യും, സെർച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സെർച്ച് ലിസ്റ്റിലും ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പരസ്യം വരും. അവിടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതേപോലെ തന്നെ ഡിസ്പ്ലേയിലും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആപ്പിൽ നമ്മൾ കയറുന്ന സമയത്ത് വേറൊരു ആപ്പിൻ്റെ പരസ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വന്നിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്ന രീതി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ക്യാമ്പയിൻസ് എങ്ങനെയാണ് റൺ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ ഒറ്റയ്ക്കുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ബോസ് ഭയങ്കര ബിസിയാണ്. അപ്പോൾ ആളൊന്ന് പോയി. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആളെന്തായാലും അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ ചെറിയ സാങ്കേതിക തകരാറ് മൂലം ഇതേപോലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞ ഈ യൂട്യൂബ് ക്യാമ്പയിൻ ആപ്പ് പ്രൊമോഷൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി നോക്കാം. അതിനായിട്ട് നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ ആഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗൂഗിൾ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് എന്തുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് റീപ്ലൈ കാര്യങ്ങളെല്ലാം നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് നമ്മുടെ ഗൂഗിൾ ആഡ്സ് എന്നുള്ള അക്കൗണ്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓക്കെ, ഇതാണ് നമ്മുടെ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട്. ഓക്കെ, നമ്മുടെ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഒരു ക്യാമ്പയിൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യാമ്പയിൻ എന്നുള്ളൊരു ഓപ്ഷൻ വരും. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ക്യാമ്പയിൻ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ആ ക്യാമ്പയിൻ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്ക് എന്തെങ്കിലും ഗോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ആപ്പ് പ്രൊമോഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലീഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ട്രാഫിക് കൂടാനാണെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ആപ്പ് പ്രൊമോഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആപ്പ് പ്രൊമോഷൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചോദിക്കുന്നുണ്ട് ആപ്പ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ആപ്പ് ഇൻസ്റ്റാൾസ്, അതേപോലെ തന്നെ ആപ്പ് എൻഗേജ്മെൻറ്റ്സ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ആപ്പ് പ്രൊമോഷൻ ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ നമുക്ക് വേണ്ട എന്താ, നമ്മുടെ ആപ്പ് ഒരാൾ ഇൻസ്റ്റാൾ ചെയ്യണം, അതിൽ കൂടുതൽ ആളുകൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതാണ് നമ്മൾ ഈ ഒരു പ്രൊമോഷൻ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാൾ എന്നുള്ളത്, ആപ്പ് ഇൻസ്റ്റാൾസ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആൻഡ്രോയിഡിലാണോ iOS-ലാണോ, അതായത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണോ iOS ആപ്ലിക്കേഷനാണോ, അതായത് അത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ആൻഡ്രോയിഡ് കൊടുക്കുക. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ആപ്പിൻ്റെ നെയിം നമുക്കിവിടെ അടിച്ചു കൊടുക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് നമ്മുടെ ആപ്പിൻ്റെ ലിങ്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും, അല്ലാന്നുണ്ടെങ്കിലും കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പം ഞാൻ തൽക്കാലം ഇപ്പോൾ ഒരു ആപ്പ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് എടുത്തോളാം. അപ്പോൾ ഫ്ലിപ്കാർട്ട് എന്നുള്ള ആപ്പാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ താഴത്ത് നമ്മൾ ആപ്പ് പ്രൊമോഷൻ അതിനൊരു പേരിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനൊരു പേരിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് ഇവിടെ നമുക്ക് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ എന്ത് ചെയ്യുക, നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പേജിലോട്ട് എന്ത് ചെയ്യും, അത് പോകും. എന്നിട്ട് ഇവിടെ നമ്മൾ നോക്കാം, നമുക്കറിയാം ഒരു ആഡ് നമ്മൾ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗോൾ ഉണ്ടാവും. അതായത് ഇന്ന സ്ഥലത്തുള്ള ആളുകളായിരിക്കണം നമ്മുടെ ആപ്പാണെങ്കിലും അഡ്വർടൈസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും കാണേണ്ടത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇന്ത്യയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് കേരളത്തിലുള്ള ആളുകളെയാണ് നിങ്ങൾക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഈ ആപ്പ് മൂലം കേരളത്തിലുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ആപ്പ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങളിവിടെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ലൊക്കേഷൻ എന്നുള്ള എൻ്റർ അനദർ ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക, കേരള ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്ഥലം കേരള എന്നുള്ള കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് അഡ്വാൻസ് സെർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ചിട്ടോ, ഇനിയിപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ സ്ഥലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ നോക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് വരുന്നുണ്ട് എന്ത്, ഇവിടെ നമുക്ക് വരുന്നുണ്ട് ലാംഗ്വേജസ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും കേരളത്തിൽ, ഇപ്പോൾ അവരെ നമുക്ക് എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ കേരളത്തിൽ മലയാളം സംസാരിക്കുന്ന ആളുകൾ, അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യുക, ലാംഗ്വേജ് വെച്ചിട്ട് നമുക്കിതിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോർ സെറ്റിങ്സ് എന്നുണ്ട്. മോർ സെറ്റിങ്സിൽ നമുക്കറിയാം, അതായത് ഈ ക്യാമ്പയിൻ എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ എൻഡിങ് എന്നാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, നമ്മളിവിടെ കൊടുക്കണം. അതായത് നമുക്ക് എൻഡിങ് ഡേറ്റ് എന്തായാലും കൊടുക്കണം. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ എൻഡിങ് ഡേറ്റ് ഏതെങ്കിലും ഒരു ഡേ സെലക്ട് ഡേ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാം. അതായത് 31 എന്നുള്ളൊരു ഡേറ്റ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരെ ഇവിടെ നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് യുവർ ആവറേജ് ഡെയിലി ബഡ്ജറ്റ് ഫോർ ദിസ് ക്യാമ്പയിൻ. അതായത് നിങ്ങളുടെ ക്യാമ്പയിന് എത്രയാണോ ഡെയിലി ബഡ്ജറ്റ് ഉള്ളത്, അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് എന്ത് ചെയ്യുക, ഞങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 500 ആണ് നമ്മളിവിടെ ഡെയിലി ബഡ്ജറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നേരെ താഴത്ത് വരുമ്പോൾ ഇൻസ്റ്റാൾ വോളിയം എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്തിട്ടുണ്ടാവും, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിലെ ആപ്പിൻ്റെ ഇത് കാണിക്കും. ഓക്കെ, അതെല്ലാം ഉണ്ടാവും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് നോക്കുക. എന്നിട്ട് ഇവിടെ താഴത്ത് വരുന്ന സമയത്ത് അതായത് ടാർഗറ്റ് കോസ്റ്റ് പെർ ഇൻസ്റ്റാൾ, അതായത് ഒരു ഇൻസ്റ്റാളിന് നമ്മൾ എത്ര രൂപ കൊടുക്കണം എന്നുള്ളത്, അത് നിങ്ങൾ എത്ര സെറ്റ് ചെയ്യുക, നിങ്ങൾ ഐ ഡിക്ക് എത്ര രൂപ ആണോ, അത് നിങ്ങൾ എത്ര എമൗണ്ട് ആണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു എമൗണ്ട് നിങ്ങളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഞാൻ 1 രൂപ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് ഓരോരുത്തരുടെ ആവശ്യാനുസരണം അതിന് മാറ്റം ഉണ്ടാവും. നമ്മളിപ്പോൾ 1 കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാപ്പോഴും 1 രൂപ ഇട്ട് കൊടുക്കാൻ നിൽക്കരുത്. അതിനുള്ള മാറ്റം വരുമ്പോൾ എന്ത് ചെയ്യുക, മാറ്റുക. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് പോകും. അടുത്ത പേജിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ എന്താണ്, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു ഇത് പ്രിവ്യൂ, അതായത് നമ്മുടെ ആഡിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ സൈഡിലായിട്ട് കാണാൻ പറ്റും. സെർച്ചിൽ എങ്ങനെയാണ് ആഡ് വരിക, അതേപോലെ യൂട്യൂബിൽ എങ്ങനെയാണ് ആഡ് വരിക, അതേപോലെ ഡിസ്കവറിൽ എങ്ങനെയാണ് ആഡ് വരിക, അതേപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ എങ്ങനെയാണ് ആഡ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഡിസ്പ്ലേയിൽ ഇങ്ങനെയാണ് നമ്മുടെ ആഡ് വരിക. ഓക്കെ, പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിന് മുന്നേ നിങ്ങൾ ഒരുപാട് ആപ്സിലൊക്കെ നമ്മളിങ്ങനെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്യാമ്പയിൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഹെഡ്ലൈൻസ് കൊടുക്കുക.
മാക്സിമം എന്ത് ചെയ്യുക, നല്ല രീതിയിലുള്ള ഹെഡ്ലൈൻസ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ നല്ല ക്വാളിറ്റി ഉള്ള ഹെഡ്ലൈൻസ് ആയിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പിൻ്റെ തന്നെ ഉള്ള ഒരു എന്താണ് ഹെഡ്ലൈനാണ്. അപ്പോൾ ആ ഒരു ഇത് തന്നെ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിടുകയാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ആണെന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്ക്രിപ്ഷൻ, നമ്മൾ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള എന്താ പറയുക ഡിസ്ക്രിപ്ഷന്, അതേപോലെ ഹെഡ്ലൈൻസ് ഒക്കെ നിങ്ങൾ മാക്സിമം കൊടുക്കാം. അതേപോലെ ഇവിടെ ആഡിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിൽ. അപ്പോൾ അത് മാക്സിമം കൂട്ടി കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ടുള്ള ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷനും അതിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് മെയിൻ വരുന്നത്. പിന്നെ നമുക്ക് താഴത്ത് വരും. ഇവിടെ നമുക്ക് താഴത്ത് വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഇമേജസ്, അതായത് ഒരു റെക്കമെൻഡഡ് ഇമേജസ് ഒരു 20 എണ്ണം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇമേജസ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ആപ്പിലുള്ള ഇമേജസ് നിങ്ങൾക്ക് ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പുറത്തുനിന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഇമേജസ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലുള്ള ഇമേജസ് തന്നെ നമ്മളിങ്ങനെ എടുത്ത് യൂസ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയധികം ഇമേജസ് നമ്മളിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ വീഡിയോസ്, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ നമുക്ക് എറർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ബഡ്ജറ്റിൻ്റെ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റൂ. നമ്മുടെ ഈ ആഡ് അക്കൗണ്ടിൽ എന്തില്ല, പേയ്മെൻറ്റ് ക്യാഷ് ഒന്നും നമ്മൾ ഇട്ട് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ എറർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളെ കേരള, അത് ആ ലൊക്കേഷൻ്റെ ഒരു ഇഷ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് വെച്ച് നമ്മൾ ആഡ് റൺ ചെയ്യാൻ നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് എറർ അടിക്കുക എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താ പറയുക ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് ഇവിടെ തന്നെ ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അവിടെ കയറി ഫിക്സ് ചെയ്തിട്ട് അത് റെഡി ആക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഇതിൽ തന്നെ കാണിക്കും. ഇവിടെ കണ്ടോ എന്താണ് എറർ വന്നിട്ടുള്ളതെന്ന് ഇവിടെ തന്നെ കാണിക്കും. പിന്നെ അതേപോലെ എല്ലാ ഡീറ്റെയിലും നമുക്ക് ഇവിടെ കാണിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതേപോലെ കയറിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആപ്പ് പ്രൊമോഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു ക്യാമ്പയിൻ റണ്ണ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിപ്പോൾ ഒരു ആപ്പ് പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിലും ഏത് പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിലും അതുകൊണ്ടുള്ള ഒരു റിസൾട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രത്തോളം എന്താ പറയുക, ഇതിൽ നല്ലപോലെ റിസർച്ച് ചെയ്തിട്ട്, അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആഡ് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആളുകളിലേക്ക് എത്തിക്കേണ്ടത്. അത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ആപ്പ് പ്രൊമോഷനാണ് നോക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ഒരു ഇതിൽ നോക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ വീഡിയോ പ്രൊമോഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്ന, അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വീഡിയോ പ്രൊമോഷൻ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലൊരു ആഡ് റൺ ആവുന്നത്. നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണാൻ പോകുന്നതിന് മുന്നേ ഒരു 10 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡോ എന്ത് ചെയ്യും, ഒരു ആഡ് വരും. അത് നമ്മൾ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്തിട്ട് കളയുന്ന രീതിയിലും വരും, അതേപോലെ തന്നെ നോൺ സ്കിപ്പബിളും വരും. അപ്പോൾ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത വീഡിയോസിൽ നമ്മൾ അത് കാണിച്ചു തരാം. ഏത് രീതിയിലാണ് നമ്മളൊരു വീഡിയോ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചുള്ള അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ കീപ്പ് വാച്ചിങ്.